കോഴിക്കോട് കൊടശ്ശേരിയിൽ പ്രതികൾ പോലീസ് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. പ്രതികളെ പിടികൂടാൻ എത്തിയ പാലക്കാട് SITക്ക് നേരെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റു. ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്താ സംഭവിച്ചത്? ഇവര് ഒരു റോബറി കേസിലെ പ്രതികളാണ്. അവരെ രഹസ്യവിവരം കിട്ടി, അതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഇവര് ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. തോക്ക് കീഴ്പ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അത് ഏറുപടക്കം എറിഞ്ഞു. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായുണ്ട്. അഞ്ജന, ഈ അക്രമി സംഘത്തെ പിടികൂടിയോ? ഇപ്പോൾ ഒരാളെ കൊണ്ടുവരുന്ന ദൃശ്യം ഉൾപ്പെടെ കാണുന്നുണ്ട്. എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? രാവിലെ ഒരു 9 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് നിന്നൊരു കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടാനായി എത്തിയതായിരുന്നു പാലക്കാട്ടുള്ള SIT സംഘം. ഈ കേസ് ഒരു പാലക്കാട്ടെ ഒറ്റപ്പാലത്തുള്ള പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി ബന്ധിയാക്കി 70 കോടിയോളം രൂപ മോചന ദ്രവ്യം ആവശ്യപ്പെട്ട് പണം തട്ടിയ കേസിലെ പ്രതികളാണ്. അവർ 5 പേര് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് ഇവരെത്തിയ വേളയിലാണ് ഈ പ്രതികൾ സ്ഫോടക വസ്തു, അതായത് ഏറുപടക്കം എറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഈ ആക്രമണത്തിൽ ഏതായാലും 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ പെരുവയലിലെ കൊടശ്ശേരി താഴത്തുള്ള സ്വകാര്യ വില്ലയിൽ താമസിക്കുകയായിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പ്രതികൾ ഇവിടെ താമസിച്ചു വരികയായിരുന്നു. ഇവരെ കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നത്. വില്ലയുടെ താഴത്തെ നിലയിലെ മുറിയിലായിരുന്നു ഈ പ്രതികൾ ഉണ്ടായിരുന്നത്. ഡോറിൽ മുട്ടിയ ഉടനെ തന്നെ പ്രതികൾക്ക് മനസ്സിലായി ഉദ്യോഗസ്ഥരാണ്, പോലീസുകാരാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഇവർക്ക് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനുശേഷം ഈ തോക്ക് ചൂണ്ടി ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വളരെ കായികമായി അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലൊക്കെ പ്രതികളെ പിന്നീട് പിടികൂടുകയായിരുന്നു ഉദ്യോഗസ്ഥർ. ഇതിന്റെ ഇടയിൽ തന്നെ കുന്നമംഗലം മാവൂർ പോലീസിലുമായി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും കൂടുതൽ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ സംഭവ സമയത്ത് ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം ഏതായാലും അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിൽ തോക്കുകൾ കിട്ടിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഫോടക വസ്തു വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. രതീഷ്.